ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ ടൈമിൻ്റെ മാർക്കുകൾ ഇതിൽ ചെയ്യണം. പക്ഷേ ടൈമിൻ്റെ മാർക്കുകൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്നുകൂടി ഒരു ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഈ കാര്യത്തിലൊന്നും പ്രൊഫഷണൽസ് അല്ലല്ലോ, ക്ലോക്കൊന്നും ഇതിന് മുമ്പ് ഉണ്ടാക്കിയവരല്ല. അതുകൊണ്ട് നമുക്ക് ഒരു കറക്റ്റ് ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ക്ലോക്കിൻ്റെ മോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ നമ്പേഴ്സ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്ലോക്കിൻ്റെ നമ്പേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള വുഡിൻ്റെ ചെറിയ ചെറിയ പീസസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനൊരു ക്ലോക്കിൻ്റെ മെഷീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലോക്ക് റിപ്പയർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് താഴെയായിട്ട് ഇതുപോലുള്ള പല കമ്പനിയുടെ മെഷീൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിലെ സെൻറ്ററിലുള്ള പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോക്കിയിട്ട് ഒരു 6 mm വലുപ്പത്തിലുള്ളൊരു ഹോൾ ഞാൻ ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലോക്കിൻ്റെ മെഷീൻ ഇവിടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിൽ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൽ 12ൻ്റെ സ്ഥാനത്തുള്ള മാർക്കിങ് ഒട്ടിക്കാൻ പോവാം. അത് കഴിഞ്ഞ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് 30 മിനിറ്റ്സിൻ്റെ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ 12ൻ്റെ സ്ഥാനത്തും അതുപോലെ 6ൻ്റെ സ്ഥാനത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചെറിയ സൂചി ഫിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വലിയ സൂചി ഫിറ്റ് ചെയ്യണം. കറക്റ്റ് 6 മണി രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഈ വലിയ സൂചി വീണ്ടും ഒന്ന് കറക്കി എടുത്ത് 12ൽ കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ സൂചി എവിടെയാണോ അവിടെയാണ് 7 വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് 7 ഒട്ടിക്കുക. ഇതുപോലെ എല്ലാ നമ്പേഴ്സും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ നമ്പേഴ്സ് മാർക്ക് ചെയ്തെന്നുള്ളത് കണ്ടല്ലോ. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ സെക്കൻഡ് സൂചി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലൊന്ന് ബാറ്ററി ഇട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു വുഡൻ ക്ലോക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് മതിയായ സേഫ്റ്റി മെഷേഴ്സ് എടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മതിയായ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലുള്ള വർക്കുകളെല്ലാം ചെയ്തു നോക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.